വളരെ ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു വൈറ്റ് സോസ് പാസ്തയാണിത്. ഇതിന്റെ ഉത്ഭവം ഇറ്റലി ആയതുകൊണ്ടാണ് ഇതിനെ ഇറ്റാലിയൻ പാസ്ത എന്നറിയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്തുണ്ടായ ക്ഷാമക്കാലത്ത് പ്രധാന ആഹാരമായിരുന്നു മാക്രോണി. കാർബോഹൈഡ്രേറ്റുകൾ സമ്പുഷ്ടമായ ഒരു പാസ്തയുടെ കഥയാണിത്. ആദ്യം തന്നെ ആവശ്യത്തിന് മാക്രോണി എടുത്തിട്ടുണ്ട്. പാസ്ത പല ഷേപ്പിലുണ്ട്. ഇത് മാക്രോണി പാസ്തയാണ്. സാധാരണ ഷോപ്പിൽ നമുക്കിത് വാങ്ങാൻ കിട്ടും. ഇതിനാവശ്യമുള്ള വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, സവാള, തക്കാളി, ക്യാപ്സിക്കം ക്യൂബിക് ഷേപ്പിലരിഞ്ഞ് ഈ 4 വെജിറ്റബിൾസ് മാത്രം മതി ഈ പാസ്തയ്ക്ക്. അടുപ്പത്ത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചേക്കുന്ന മാക്രോണി അങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ആവശ്യത്തിന് ഉപ്പും. 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് നന്നായി അങ്ങോട്ട് ഇളക്കി തിള വന്നപ്പോഴേക്കും ഒരടപ്പെടുത്ത് അടച്ചു വെച്ചു. ഒരു 5-8 മിനിറ്റ് ധാരാളം മതി കേട്ടോ വേവാൻ വേണ്ടി. വെന്ത് കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് വാറ്റിയെടുത്ത് മാറ്റി അങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ച് പാനിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ഓരോന്നോരോന്നായിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തു. തീർത്തും വേവണ്ട ഒരു മീഡിയം വേവ് മതിയായിരിക്കും ഈ വെജിറ്റബിൾസിന്. ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നമുക്കതങ്ങോട്ട് മാറ്റി വെക്കാം. വേറൊരു പാൻ വെച്ച് പാനിലേക്ക് ആവശ്യത്തിന് നെയ്യും ഒഴിച്ച്, നെയ്യ് അല്ലെങ്കിൽ വെണ്ണ അതൊഴിച്ച് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മൈദയും ഇട്ട് മൈദ നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കുക. മൈദ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു 1.5 കപ്പ് പാലാണ് ഇവിടെ എടുത്തേക്കുന്നത്. ആ 1.5 കപ്പ് പാലൂടെ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് കുറുകി വരുന്നിടം വരെ ഇളക്കി കൊടുക്കുക. കുറുകി വരുമ്പം കട്ടയാവുന്നെന്ന് കാണുവാണെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. തണുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന മാക്രോണി ഒന്ന് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്തു. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെജിറ്റബിൾസ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഒറിഗാനോ ചേർക്കുമ്പോഴാണ് പാസ്തയുടെ ശരിക്കുമുള്ള സ്മെല്ലും ഫ്ലേവറും ഒക്കെ വരുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ 2 സ്ലൈസ് ചീസ് കൂടി ഇടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണുള്ളത് അതിടാം. ഇപ്പം ഞാനിവിടെ സ്ലൈസ് ചീസാണ് എടുത്തേക്കുന്നത്. ഇതുകൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് ശരിക്കും ആ സോസ് റെഡി ആവുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് പാലെങ്കിൽ പാലും കൂടെ ചേർത്ത് ആ ഒരു ക്രീമി സ്ട്രക്ചർ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം വേണമെങ്കിൽ നമ്മുടെ എരിവ് മാനേജ് ചെയ്യാൻ വേണ്ടി കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് സെർവ് ചെയ്യാം. അടിപൊളിയായിരിക്കും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. നമുക്കിത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരമോ നമുക്ക് കഴിക്കാം. ലോങ് വീഡിയോയിൽ അളവുകളെല്ലാം കൃത്യമായി പറയുന്നതായിരിക്കും. ഷോർട്സിന് പരിമിതികളുണ്ട്. ഇതൊരു അടിപൊളി ഡിഷാണ്. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. 5 മിനിറ്റ് ധാരാളം മതിയായിരിക്കും ഇതിന്.